വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവുലേഷൻ സമയത്ത് എപ്പോഴൊക്കെയാണോ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് അതിനേക്കാൾ ഒരു 30 മിനിറ്റ് മുമ്പ് ഞാൻ ഈ പറയുന്ന 5 ടിപ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത്തവണത്തെ ഇംപ്ലാന്റേഷൻ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് കിട്ടും കേട്ടോ. അത്രയും പവർഫുൾ ആയിട്ടുള്ള 5 ടിപ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഒരുപാട് ആളുകൾ പ്രഗ്നൻസി ടിപ്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട് കേട്ടോ. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. കമ്മ്യൂണിറ്റി ടാബിൽ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരുപാട് നാളുകൾക്ക് മുമ്പ് വന്നിട്ടുള്ള സക്സസ് സ്റ്റോറീസ് ആണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലതും ഞാനിങ്ങനെ പെൻഡിങ് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് ആയിട്ട് ഇരുന്നത് കൊണ്ടുമാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് ലേറ്റ് ആയി പോയത് കേട്ടോ. അതിൽ നിങ്ങളുടെ സെയിം ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ ഫോളോ ചെയ്തിട്ടുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയി തോന്നുന്ന ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് ഹോം റെമഡീസ് നമ്മുടെ ചാനലിലുണ്ട്. ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ അടുക്കളയിൽ നിന്ന് എടുക്കുന്ന എന്തെങ്കിലും ഐറ്റംസ് കൊണ്ട്, സ്പൈസസ് കൊണ്ട്, അല്ലെങ്കിൽ വെജിറ്റബിൾസ് കൊണ്ട്, ഫ്രൂട്ട്സ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ കൊണ്ടൊക്കെ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ആണ് നമ്മുടെ ചാനലിൽ മെജോറിറ്റി ആയിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഈ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നത് വഴി കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കുന്ന പവർഫുൾ ടിപ്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതിന് 30 മിനിറ്റ് മുമ്പാണ്. ഫിസിക്കൽ കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ബീജസങ്കലനം നടക്കാൻ വേണ്ടിയിട്ട് സ്ത്രീയും പുരുഷനും സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. ഫിസിക്കൽ കോണ്ടാക്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇജാക്കുലേഷൻ സംഭവിച്ച് സെമൻ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലും ഇതകത്ത് ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് അവിടെ മാച്ച് ആയിട്ട് വരണം. നമ്മുടെ ആ ഒരു സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ടുണ്ടാകണം. അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കണം. ക്വാളിറ്റിയുള്ള അണ്ടവും ബീജവും ആയിരിക്കണം. ഫലോപ്പിയൻ ട്യൂബ് ഭയങ്കര എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുക എന്നവയാണ് ഈ ടിപ്സ് ഒക്കെ കേട്ടോ. ഇതിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ഡ്രൈ ഫിഗ് ആണ്. ഉണങ്ങിയ അത്തിപ്പഴം. നിങ്ങൾ ഡ്രൈ ഫിഗിനെ പറ്റിയിട്ട് കൂടുതൽ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഡ്രൈ ഫിഗിനെ പറ്റിയിട്ട് ചെയ്തിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സിന്റെ കാറ്റഗറിയിൽ പെടുന്ന ഒന്നാണ് ഈ ഡ്രൈ ഫിഗ് എന്ന് പറയുന്നത്. നമ്മൾ അത്തിപ്പഴം, ഉണങ്ങിയ അത്തിപ്പഴം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. ഡ്രൈ ഫ്രൂട്ട്സിൽ ഒരുപാട് കണ്ടന്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതായത് ഫോളിക് ആസിഡ് ഉണ്ട്, അയേൺ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, സിങ്ക്, ഫൈബർ, വിറ്റമിൻ B6, B1, B12, വിറ്റമിൻ കെ, വിറ്റമിൻ എ എന്നീ കാര്യങ്ങളെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മഗ്നീഷ്യം ഒക്കെ ഇതിലുണ്ട് കേട്ടോ. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ എഗിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയോടുകൂടി നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ഒരു ഡ്രൈ ഫിഗ് എന്ന് പറയുന്നത്. അതുപോലെ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും സ്പേമിന്റെ ഹെൽത്ത് നന്നായിട്ട് കൊണ്ടുപോകുന്നതിനും സെക്ഷുവൽ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് ട്യൂബിൽ ബ്ലോക്ക് ഉള്ള ആളുകൾക്കും, PCOD ഉള്ള ആളുകൾക്കും, സിസ്റ്റ് ഉള്ള ആളുകൾക്കും, കണ്ടിന്യൂസ് ആയിട്ട് പ്രഗ്നൻസി ലോസ് വന്നിട്ടുള്ള ആളുകൾക്കും, പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഭയങ്കര വേഴ്സ് ആയിട്ട് പോകുന്ന ആളുകൾക്കും അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും, ഒപ്പം ഫൈബ്രോയിഡ് ഉള്ളവർക്ക്, അതുപോലെ സിംറ്റംസ് എല്ലാം ഉണ്ടായിട്ടും പ്രഗ്നൻസി നീണ്ടു പോകുന്ന ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ടിപ്പാണ് ഈ ഡ്രൈ ഫിഗ് എന്ന് പറയുന്നത്. കോണ്ടാക്ട് ചെയ്യുന്നതിന് 30 മിനിറ്റ് മുമ്പ് ഇത് യൂസ് ചെയ്യുമ്പോഴേക്കും ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നതിനും ഫലോപ്പിയൻ ട്യൂബിന്റെ പ്രവർത്തനം ഭയങ്കര ക്രിയാത്മകമായിട്ട് നടക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഇതൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓവുലേഷന് ആ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതിന് 30 മിനിറ്റ് മുമ്പ് നമ്മളിത് ഉപയോഗിക്കാൻ പറയുന്നുണ്ടെങ്കിലും ഏകദേശം പീരിയഡ്സിന്റെ ഒരു ഫസ്റ്റ് ഡേ മുതൽ തന്നെ ഈ ടിപ്പ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. മറിച്ച് യൂസ്ഫുൾ ആയിരിക്കും സ്ത്രീകൾക്ക്. കാരണം എഗിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു സമയത്ത്, അതായത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതിനുള്ള സമയത്തും കൂടി നിങ്ങൾ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. 2 or 3 ഡ്രൈ ഫിഗ് എടുത്തിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് രാത്രിയാണെങ്കിൽ ആ സമയത്തിനേക്കാൾ ഒരു 6-7 മണിക്കൂർ മുമ്പ് നിങ്ങളിത് കുതിർത്താനായിട്ട് വെക്കുക. അതായത് കോണ്ടാക്ട് ചെയ്യുന്നത് രാത്രിയാണെങ്കിൽ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു 2 or 3 ഡ്രൈ ഫിഗ് എടുത്തിട്ട് നിങ്ങൾ കുതിർത്താനായിട്ട് വെക്കുക. നിങ്ങളും ഒപ്പം ഹസ്ബൻഡും എടുക്കുക. കാരണം സെവന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സെക്ഷൽ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. 3 എണ്ണം നിങ്ങൾക്ക്, 3 എണ്ണം ഹസ്ബൻഡിന് എന്നുള്ള രീതിക്ക് നിങ്ങൾ 6 എണ്ണം എടുത്തിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. കുറച്ച് വെള്ളത്തിൽ, അത് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളത്തിൽ നിങ്ങൾ സോക്ക് ചെയ്ത് വെക്കുക. ദെൻ അത് ഏകദേശം ഒരു 6-7 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ആ വെള്ളവും കുറച്ച് കുടിക്കുക. 3 ഡ്രൈ ഫിഗും നിങ്ങൾ കഴിക്കുക കേട്ടോ. അടുത്തതാണ് നമ്മുടെ മാതള നാരങ്ങ. മാതള നാരങ്ങയിൽ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള കണ്ടന്റ്സ് അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ C ഉണ്ട്, K ഉണ്ട്, ഫോളേറ്റ് ഉണ്ട്. ഇതെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പുരുഷന്മാര് കോണ്ടാക്ടിന് മുമ്പ് ഇത് ഉപയോഗിക്കുന്നത് അവരുടെ ഒരു മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഒപ്പം ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും സെക്ഷുവൽ ലൈഫ് ഇൻക്രീസ്, അതിന്റെ ഒരു ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ഒപ്പം അവരുടെ എനർജി എൻഹാൻസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. പുരുഷന്മാരിലെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം ജനനേന്ദ്രിയത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനും സ്പേമിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ബെറ്റർ ക്വാളിറ്റിയും ബെറ്റർ മൂവ്മെന്റും ഒക്കെയുള്ള സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും അതിന്റെ സ്ട്രക്ചറും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ.
അതുപോലെ തന്നെ സ്ത്രീകളിൽ സെൽ ഡാമേജ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും എൻഡോമെട്രിയോസിസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് തടയുന്നതിന്, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നത് തടയുന്നതിന്, ഒവേറിയൻ ക്യാൻസർ ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നൈട്രിക് ഓക്സൈഡ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസ് ഒക്കെ ഡൈലേറ്റ് ആകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. ഒപ്പം നമ്മുടെ വജൈനൽ ഡ്രൈനസ് ഉള്ളവരാണെങ്കിൽ അത് ക്യൂർ ചെയ്യുന്നതിനും ലൂബ്രിക്കേഷൻ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം കോണ്ടാക്ട് ചെയ്യുന്നതിന് മുൻപ് ഇത് ഉപയോഗിക്കുന്നത് പുരുഷന്മാർക്ക് എന്തെല്ലാം ഗുണങ്ങൾ നേടിക്കൊടുക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒപ്പം സ്ത്രീകൾക്കും തന്നെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. കോണ്ടാക്ട് ചെയ്യുന്നതിന് മുൻപ് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, കാരണം ഇത് അവിടെ ജോയിൻ ആയി പോകുന്നത് ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. ആ ട്യൂബ് നല്ലതുപോലെ വർക്ക് ചെയ്യണമെങ്കിൽ അതിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും പ്രോപ്പർ ആയിട്ട് തന്നെ നടക്കണം. നല്ല ഫോഴ്സിൽ ബ്ലഡ് സർക്കുലേഷൻ പോകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. നല്ലൊരു രീതിയിൽ നല്ലൊരു ഫോഴ്സിൽ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ മാത്രമേ അതിന് ആ ഒരു കൃത്യമായിട്ട് ജോയിൻ ആകാനും അതുപോലെ സെൽ ഡിവിഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് നടക്കാനായിട്ട് ഇത് സഹായിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് മാത്രം നിങ്ങൾ ആ ഒരു സമയത്ത് ഫോളോ ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. ഒരു പോമിഗ്രാനൈറ്റിന്റെ ജ്യൂസ് നിങ്ങൾ ഭാര്യയും ഭർത്താവും കോണ്ടാക്ടിന് മുമ്പ് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഏകദേശം നിങ്ങൾ ഒരു 5 ദിവസം കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 5 തവണയായിട്ട് നിങ്ങൾ ഇത് എടുക്കുക. ഒരു ദിവസം 2 തവണ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 1 തവണ നിങ്ങൾ ഇത് എടുത്താൽ മതി കേട്ടോ. സ്ത്രീകൾക്ക് കൂടുതലും അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റീസ് ഉണ്ടെങ്കിൽ അവർക്കും ഇത് ട്രൈ ചെയ്യുന്നത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. കാരണം ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഈ ഒരു ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട്, പോമിഗ്രാനൈറ്റിൽ അടങ്ങിയത് കൊണ്ട് തന്നെ അവരുടെ ഫോളിക്കിൾസിൽ ആന്റി ഓക്സിഡൻസിനെ റിച്ച് ആക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ പ്രഗ്നൻസി നല്ലതുപോലെ ഹെൽത്തി ആകുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഇൻഫെർട്ടിലിറ്റിയുടെ റീസൺ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ നമുക്ക് നീണ്ടു പോകുന്നതാണ് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു ഇൻഫെർട്ടിലിറ്റി കേട്ടോ. അടുത്തതാണ് ബീറ്റ്റൂട്ട് എന്ന് പറയുന്നത്. ബീറ്റ്റൂട്ട് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫെർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ. ഇത് നമ്മുടെ ബോഡിയെ ഡിറ്റോക്സിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ അടങ്ങിയിട്ടുള്ള നൈട്രിക് ഓക്സൈഡ് നേരത്തെ പോമിഗ്രാനൈറ്റിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസ് ഒക്കെ ഒന്ന് ഡൈല്യൂട്ട് ആകുന്നതിന് വേണ്ടിയിട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ബ്ലഡിന്റെ കൗണ്ട് വർദ്ധിപ്പിക്കുന്നതിന്, റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം ഇതിൽ മറ്റ് ഹെൽത്തി ആയിട്ടുള്ള കണ്ടന്റ്സും അടങ്ങിയിട്ടുണ്ട്. അതായത് ഫൈബർ, ഫോളേറ്റ്, പൊട്ടാഷ്യം, വിറ്റമിൻ സി, മാംഗനീസ്, അയൺ, വിറ്റമിൻ B9 എന്നിവയെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് നിങ്ങളുടെ യൂട്രസിന്റെ ലൈനിങ് തിക്കൺ ആവുന്നതിന് വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് കൊടുക്കുന്നു. എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ കുഞ്ഞു വന്ന് അറ്റാച്ച് ആകുമ്പോൾ അത് തിന്നായിട്ടുള്ള എൻഡോമെട്രിയോ ആണെങ്കിൽ ഒരിക്കലും അവിടെ പ്രഗ്നൻസി നടക്കില്ല. അണ്ടത്തിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെങ്കിലോ ബീജത്തിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെങ്കിലോ എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ തിക്നെസ് ഇല്ലെങ്കിൽ അവിടെ പ്രഗ്നൻസി പോസിബിൾ അല്ല. അത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പുരുഷന്മാർക്ക് അവരുടെ കൗണ്ടും മോട്ടിലിറ്റിയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം ഇതിൽ അടങ്ങിയിട്ടുള്ള വിറ്റമിൻ സി ആൻഡ് വിറ്റമിൻ ഇ എന്നിവയെല്ലാം ഹെൽത്തി സ്പേമിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ബീറ്റ്റൂട്ടും നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതെല്ലാം കൂടി ഒറ്റയടിക്ക് ഉപയോഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ പോമിഗ്രാനൈറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ ഡ്രൈ ഫിഗ് എടുക്കുക. അതിനടുത്ത ദിവസം നിങ്ങൾ ബീറ്റ്റൂട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏകദേശം ഓവുലേഷൻ തീരുന്നത് വരെ മാത്രം ഈ ബീറ്റ്റൂട്ടും അതുപോലെ പോമിഗ്രാനൈറ്റും ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഡ്രൈ ഫിഗ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ ബീറ്റ്റൂട്ടും അതുപോലെ മാതള നാരങ്ങയും എടുക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഓരോ ദിവസം ഇടവിട്ടോ 2 ദിവസം ഇടവിട്ടോ നിങ്ങളിത് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട്. അടുത്ത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത്. ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നല്ല ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, അതായത് ശ്വാസം നല്ല അകത്തേക്ക് നല്ലൊരു സൗണ്ടിൽ തന്നെ ഉള്ളിലോട്ട് എടുക്കുക. അങ്ങനെ നമ്മൾ ഭയങ്കര ഫോഴ്സിൽ നമ്മൾ ആ ഒരു ബ്രീത്ത് ഉള്ളിലോട്ട് എടുക്കുമ്പോഴേക്കും ഒരുപാട് ഓക്സിജൻ ശരീരത്തിനകത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കണം. അത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കണം. ദെൻ സ്ലോലി നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ ഒന്നും കൂടി നമ്മൾ ആ ഒരു ഡിറ്റോക്സിഫൈ ആകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഭ്രമരി പ്രാണായാമ എന്നൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ദി ചൂസ് വേൾഡ് ഭ്രമരി പ്രാണായാമ എന്ന് ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. അതിൽ നമ്മൾ ശരിക്കും ഇതുപോലെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എക്സസൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അനുലോം വിലോം അങ്ങനെയുള്ളൊരു ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പ്രാണായാമ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ.
ഇതും നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. അടുത്തതാണ് കാസ്റ്റർ ഓയിൽ പാക്ക്. കോണ്ടാക്ട് ചെയ്യുന്നതിന് 30 മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾ കാസ്റ്റർ ഓയിൽ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫെലോപ്പിയൻ ട്യൂബിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ നിങ്ങളുടെ സെർവിക്സിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് ലൂബ്രിക്കേഷൻ നല്ലതുപോലെ ഉണ്ടാകുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഓവുലേഷൻ നടക്കുന്നതിന് മുൻപായിട്ട് പച്ചമുട്ടയുടെ വെള്ള പോലുള്ള ഡിസ്ചാർജ് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലൂബ്രിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയും ഒപ്പം നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന പുരുഷന്റെ സ്പേം കൂടുതൽ ഹെൽത്തി ആയിട്ട് ശരീരത്തിനകത്ത് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അതിന് സാധിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാസ്റ്റർ ഓയിൽ പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആവണക്കെണ്ണ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് കുറച്ച് കട്ടിയുള്ള ആവണക്കെണ്ണയാണല്ലോ നമുക്ക് കിട്ടുന്നത്. അത് നിങ്ങളൊന്ന് ഡൈല്യൂട്ട് ആക്കി അതിന്റെ കട്ടി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്തിട്ട് ഒന്ന് ഗ്യാസ് സ്റ്റോവിന്റെ മേളിൽ കാണിക്കുക. അപ്പൊ അതിന്റെ കട്ടി ഒന്ന് ഇളകും. അതിനുശേഷം നിങ്ങളത് നല്ലതുപോലെ വയറിൽ വെച്ചിട്ട് ഏകദേശം ഒരു ഹോട്ട് ബാഗ് ഒക്കെ വെച്ചിട്ട് പയ്യെ ഒന്ന് ശരീരത്തിൽ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. ഹോട്ട് ബാഗ് വെച്ചിട്ട് മസാജ് ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മുടെ ആ ഒരു ലോവർ അബ്ഡമന്റെ ആ ഒരു പോർഷനിലാണ് ഈ യൂട്രസും അതുപോലെ സെർവിക്സും ഫെലോപ്പിയൻ ട്യൂബും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് ഫോളോ ചെയ്യാവുന്നതാണ്. ഓവുലേഷൻ വരെ മാത്രം നിങ്ങൾ കാസ്റ്റർ ഓയിൽ പാക്ക് ചെയ്താൽ മതി. ഓവുലേഷൻ കഴിഞ്ഞിട്ട് അത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ടിപ്സിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന തോന്നുന്ന ടിപ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ഉള്ള ആളുകൾക്കും അതുപോലെ ഒരുപാട് നാളുകളായിട്ട് പ്രഗ്നൻസി നീണ്ടുപോയിട്ടുള്ളവർക്കും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക എന്ന് പറയുന്നത് എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.